എത്രത്തോളമാണ് ഒരു ഡീസന്റ് റിട്ടേൺ? സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ചിലർ പറയും 2% അല്ലെങ്കിൽ ചിലർ പറയും 5%, മറ്റു ചിലർ പറയും 10%മോ അതിൽ കൂടുതലാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ടുന്ന ഡീസന്റ് റിട്ടേൺ എന്ന്. ഇതിൽ ഏത് റിട്ടേൺ ആണ് ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് എന്നീ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുമ്പോൾ ഇത് മനസ്സിലാക്കുവാൻ സാധിക്കും. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ സീരീസിൽ മൂന്നാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ 2 വീഡിയോയും ലിങ്ക് നിങ്ങൾക്ക് മുകളിൽ ഐ ബട്ടണിലോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിലോ കാണുവാൻ സാധിക്കും. ഈ 2 വീഡിയോയും കണ്ടില്ലെങ്കിൽ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും ബെറ്റർ. വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുവാൻ ട്രേഡ് ചെയ്യുന്നവരാണ് വലിയ നഷ്ടങ്ങൾ വരുത്തി വെക്കുന്നത്. ചെറിയൊരു പെർസെൻറ്റേജ് റിട്ടേൺ എന്ന് നാം കരുതുന്ന പ്രോഫിറ്റ് പോലും വലിയൊരു ലാഭം നമുക്ക് നൽകുവാൻ സാധിക്കും. ഈ ഒരു വീഡിയോ മുഴുവനായി കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതൊരു എക്സൽ ഷീറ്റിന്റെ സഹായത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 10 ലക്ഷത്തിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓരോ മാസവും പ്രതീക്ഷിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 5%. എത്ര മാസത്തേക്ക്, അതായത് ഒരു വർഷം 12 മാസം ആയതുകൊണ്ട് ഇവിടെ 12 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എത്ര വർഷത്തേക്കാണ് ആ ഒരു വ്യക്തി ട്രേഡ് ചെയ്യുന്നത്? 10 വർഷത്തേക്ക്. ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു കാൽക്കുലേഷനിൽ ഓരോ മാസവും ലഭിക്കുന്ന ആ ഒരു പ്രോഫിറ്റ് ഒരിക്കലും വിഡ്രോ ചെയ്യുന്നില്ല, തിരിച്ച് അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ 10 വർഷത്തിലെ മൊത്തം റിട്ടേൺ ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ഇൻറ്റു നമുക്ക് പ്രതീക്ഷിക്കുന്ന റിട്ടേൺ, അത് കോമ്പൗണ്ടിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ഫോർമുല ഇങ്ങനെ ചെയ്യുന്നത്. എത്ര മാസത്തേക്ക്, ഇവിടെ എത്ര ടേൺ ഓവർ എന്നാണ് നമുക്കിവിടെ കാണിക്കേണ്ടത്. ഇപ്പോൾ 12 മാസത്തേക്ക് 10 വർഷത്തേക്ക്, അങ്ങനെ 120 മാസത്തേക്കാണ് ഇവിടെ കാലാവധി വരുന്നത്. ഇങ്ങനെ ഈ ഒരു കോമ്പൗണ്ടിങ് ആയിട്ടുള്ള ഒരു എമൗണ്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന റിട്ടേൺ, അതായത് 10 വർഷത്തേക്ക് നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് വിഡ്രോ ചെയ്യാതെ അവിടെ തന്നെ ചെയ്ത് നാം 5% ആ ഒരു റിട്ടേൺ നാം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ 10 വർഷത്തിന് ശേഷം ഈ ഒരു 10 ലക്ഷം 34 കോടിക്ക് മുകളിലാണ് ഉണ്ടാകുവാൻ പോകുന്നത്. ഇനി നാം പ്രതീക്ഷിക്കുന്ന റിട്ടേൺ 5%-ന് പകരം 3% എന്നാക്കുകയാണെങ്കിൽ നമുക്ക് 3 കോടിക്ക് മുകളിലാണ് നമുക്ക് സമ്പാദിക്കുവാൻ സാധിക്കുക. അതായത് ഓരോ മാസം ലഭിക്കുന്ന റിട്ടേൺ ചെലവാക്കാതെ തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്താണ് ഇത്രയും രൂപ നമുക്ക് റിട്ടേൺ ആയി ലഭിക്കുന്നത്. നാം ഈ ഒരു എമൗണ്ട് തന്നെ FD ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടിപ്പോയാൽ 20 അല്ലെങ്കിൽ 25 ലക്ഷമോ ആണ് ലഭിക്കാൻ പോകുന്നത്. എന്നാൽ ഇതിവിടെ എത്ര ഇരട്ടിയാണ് നമുക്ക് റിട്ടേൺ ലഭിക്കുന്നതെന്ന് കാണുവാൻ സാധിക്കും. ഇനി ഇത് കുറച്ചുകൂടി നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. 10 ലക്ഷം ഇല്ലെന്ന് കരുതാം. 1 ലക്ഷം രൂപയിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3% ആണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് 10 വർഷത്തിന് ശേഷം 34 ലക്ഷത്തിന് രൂപയ്ക്ക് കൂടുതലാണ്. എന്നാൽ ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം, ഓരോ വ്യക്തിക്കും, അതായത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന ഓരോ വ്യക്തിക്കും ഓരോ മാസവും അവർ മനസ്സിലാക്കുന്ന റിട്ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10%-മോ അതിൽ കൂടുതലോ ആണ് അവർക്ക് വേണ്ടത്. നമുക്കിവിടെ ഒരു എക്സാമ്പിളായിട്ട് 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് ഒരു മാസം ആ ഒരു വ്യക്തി 15% റിട്ടേൺ പ്രതീക്ഷിക്കുകയാണെങ്കിൽ 10 വർഷത്തിന് ശേഷം ആ ഒരു എമൗണ്ട് കോമ്പൗണ്ടിങ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഭീമമായ തുകയാണ്. അതായത് 5 ലക്ഷം കോടിക്ക് മുകളിൽ ഏകദേശം. ഇനി ആരെങ്കിലും നിങ്ങളോട് ഇത്തരത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും 15% കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഇൻകം ഉണ്ടാക്കുന്നു, മാസത്തിൽ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അവർ മണ്ടന്മാരാക്കുകയാണ്. ഇനി ഈ ഒരു എമൗണ്ട് തന്നെ നാം 10 ലക്ഷം രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് ഈ ഒരു 15% റിട്ടേൺ ഉണ്ടാക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഭീമമായ തുകയാണ് 10 വർഷത്തിന് ശേഷം ആ ഒരു വ്യക്തി ഉണ്ടാക്കുവാൻ പോകുന്നത്. ഇനി അവസാനമായി എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, എത്രത്തോളം നമുക്ക് പ്രതീക്ഷിക്കാം? 2% അല്ലെങ്കിൽ 5%? ഒരു ട്രേഡർ ആണെങ്കിൽ നമുക്ക് 5% വരെ റിട്ടേൺ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഒരു സേഫ് സൈഡായി നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് റിസ്ക് കുറഞ്ഞ രീതിയിൽ നോക്കുകയാണെങ്കിൽ 1 മുതൽ 2% വരെ റിട്ടേൺ എന്ന ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. ട്രേഡർ ആണെങ്കിൽ പോലും 2 മുതൽ 5% വരെ റിട്ടേൺ പ്രതീക്ഷിച്ചു ട്രേഡ് ചെയ്യുക. ഇങ്ങനെയാണെങ്കിൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ വലിയൊരു ക്യാപിറ്റൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഉണ്ടാക്കുവാൻ സാധിക്കും. ഈ ഒരു വീഡിയോ സീരീസിൽ നെക്സ്റ്റ് വരാൻ പോകുന്ന വീഡിയോ ഹൗ ടു സ്റ്റാർട്ട് ഷെയർ ട്രേഡിംഗ്. ഷെയർ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തൊക്കെയാണ് ഒരു സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ നമുക്ക് പഠിക്കേണ്ടത്, ഇതിൻ്റെ ഒരു ആവശ്യം നമുക്കൊരു ഉദാഹരണം വഴി മനസ്സിലാക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു കോമ്പറ്റീഷൻ എക്സാമിന് വേണ്ടി നാം പ്രിപ്പയർ ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ അതിന് അനുയോജ്യമായ റഫറൻസ് ബുക്ക് തന്നെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ പഠിച്ചാൽ മാത്രമായിരിക്കും ആ ഒരു എക്സാമിൽ നമുക്ക് വിജയിക്കുവാൻ സാധിക്കുക. അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റും. നല്ലൊരു ട്രേഡർ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ആണെങ്കിൽ നാം എന്താണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ അതിൻ്റെ ഒരു വീഡിയോ ആണ് നെക്സ്റ്റ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.